മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ട് പേവിഷബാധയേറ്റ ബാലിക മരിച്ചതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ മലയാളികൾ. തെരുവ് നായ്ക്കളുടെ സാന്നിധ്യം അനുദിനം പെരുകുന്ന കേരളത്തിൽ നിരത്തുകളുടെ ജീവൻ പണയം വച്ചാണ് കാൽനട യാത്രക്കാരായാലും ഇരുചക്ര വാഹന യാത്രക്കാരായാലും സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും ഒരു ബാലിക മരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നുള്ള സംശയമൊക്കെ എല്ലാവരിലും ഉണ്ട്. തെരുവു നായ്ക്കൾ വീട്ടിനുള്ളിലേക്ക് വരെ ഓടിക്കയറി ആക്രമണം നടത്തുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പേവിഷബാധയ്ക്ക് മുന്നിൽ മരുന്നുകൾ പോലും ഇപ്പോൾ പരാജയപ്പെടുകയാണ്. അതായത് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു കുഞ്ഞിന് സംഭവിച്ചത്? ആ പേവിഷബാധ ഏറ്റിട്ട് പോലും ആ കുഞ്ഞിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടായത്? അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലൊരു ഇതുണ്ടായാൽ നമ്മൾ വാക്സിൻ എടുത്താൽ നമ്മൾ ഓക്കെ ആയിരിക്കും, പിന്നെ വേറെ ഒന്നും പേടിക്കണ്ടെന്ന് പറയും. പക്ഷെ ഈ കുട്ടിയുടെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല. തെരുവ് നായയുടെ കടിയേറ്റ് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന 5.5 വയസ്സുകാരി മരിച്ചത്. അത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. മലപ്പുറം പെരുവള്ളൂർ കാക്കാത്തെ ചോലയ്ക്കൽ സൽമാൻ ഫാരിസിന്റെ മകൾ സിയ ഫാരിസ് ആണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു ഈ 5 വയസ്സുകാരി. അപ്പോ പുലർച്ചെ 1:45 മരണം സംഭവിച്ചു. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. മാർച്ച് 29-ന് മിഠായി വാങ്ങാൻ പുറത്തു പോയപ്പോഴാണ് തെരുവ് നായയുടെ കടിയേറ്റത്. ഈ തലയ്ക്കും കാലിനും ഗുരുതര പരിക്കേറ്റു. കുട്ടിയെ ആദ്യം തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതാണ്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ എത്തിച്ച് IDRB വാക്സിൻ നൽകി. എന്നാൽ പനിയും പേവിഷബാധ ലക്ഷണങ്ങളും കണ്ടു. ഇതോടെ ഏപ്രിൽ 23-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തില് കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ 26-ന് പേവിഷബാധ സ്ഥിരീകരിച്ചു. അതുപോലെ തന്നെ ഈ മാതൃശിശു സംരക്ഷണ കേന്ദ്രം പീഡിയാട്രിക് HOD ഡോക്ടർ വിജയകുമാർ ആണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞത്. പിന്നീട് പീഡിയാട്രിക് സെക്കൻഡ് യൂണിറ്റ് ചീഫ് ഡോക്ടർ മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുട്ടിയെ പരിചരിക്കുന്നു. കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേറ്റ ദിവസം മറ്റ് 5 പേർക്ക് കൂടി കടിയേറ്റിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതായത് ഈ മറ്റ് 5 പേരുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണ്. ഇവരുടെ രക്തസാമ്പിൾ വീണ്ടും പരിശോധിക്കുമെന്ന് ഈ കുട്ടി മരിച്ച സാഹചര്യത്തിൽ ആ കടിയേറ്റവരുടെ രക്തസാമ്പിൾ ഒന്ന് പരിശോധിക്കാൻ ഒരു നീക്കം നടത്തുന്നുണ്ട്. തലയ്ക്ക് കടിയേറ്റാൽ വാക്സിൻ എടുത്താലും പേവിഷബാധ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വിദഗ്ധരൊക്കെ ഇപ്പൊ പറയുന്നത്. ഈ കുട്ടിയുടെ ദേഹത്തല്ല, തലയ്ക്കാണ് കടിയേറ്റത്. കുഞ്ഞല്ലേ, വലിയവർക്കാണെങ്കിൽ ഒരു പ്രതിരോധം ഏൽക്കും, പക്ഷെ കുഞ്ഞായതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അപ്പോ തലയ്ക്ക് കടിയേറ്റത് കൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു പേവിഷബാധ ഏറ്റത്, വാക്സിൻ ഫലപ്രദമാകാതെ പോയത് എന്നാണ് അധികൃതർ പറഞ്ഞു വെക്കുന്നത്. ശരിക്കും വളരെ വേദനാജനകമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വാക്സിനിലൊക്കെ ഒരു വിശ്വാസമുണ്ട്, പക്ഷെ അത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത് ഉണ്ടാകില്ല എന്ന് വേണം നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലല്ല, സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യരാലും ഈ തലയ്ക്ക് മുകളിലോട്ടുള്ള ഏത് ഭാഗത്ത് ഈ പേവിഷബാധയുടെ കടിയേറ്റാൽ പോലും, അതായത് നായയുടെ കടിയേറ്റാൽ പോലും തീർച്ചയായിട്ടും രക്ഷിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആദ്യ മിനിറ്റുകളൊക്കെ തന്നെ പ്രധാനമാണ്. അതായത് പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓടിച്ചൊന്ന് കുത്തിവയ്പ് എടുക്കുകയല്ല വേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കടിയേറ്റ ഭാഗം മുഴുവൻ ഏറെ നേരം ഈ സോപ്പ് കൊണ്ടും വെള്ളം ഉപയോഗിച്ചും ഒക്കെ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ മുറിവിലേക്കുള്ള വൈറസ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ പേവിഷബാധയ്ക്കുള്ള സാധ്യത അതോടുകൂടി തന്നെ വളരെയധികം കുറയും. അതായത് ഏകദേശം ഒരു 15 മിനിറ്റോളം, അതായത് ടാപ്പ് ഒന്ന് ഓണാക്കി ആ ഒരു മുറിവ് അതിലേക്ക് കാണിച്ച് ആ വെള്ളം ഫോഴ്സിൽ അങ്ങ് തുറന്നു വിടുക. അപ്പോഴേക്കും ഇതൊരു കുറച്ചു നേരം കാണിക്കുമ്പോൾ തന്നെ ആ ഒരു പേവിഷബാധയ്ക്കുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം വേണം ഈ കുത്തിവയ്പ് എടുക്കാനായിട്ട് ആശുപത്രിയിലേക്ക് പോകാൻ. അപ്പൊ ഈ ആളുകൾ മുറിവ് കഴുകുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള അവബോധം വളരെ കുറവാണ്. ചിലരൊക്കെ മുറിവ് പറ്റിയാലും ഉടൻ തന്നെ ഈ കൈകളൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനോ വെള്ളം വെച്ച് കഴുകാനോ ഒന്നും നിൽക്കാതെ തന്നെ അപ്പൊ തന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാൽ ചെയ്യണം. ഹോസ്പിറ്റലിൽ എത്തിയാൽ പോലും ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ടോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. അതിന്റെ യഥാർത്ഥ കാരണം ഇതാണ്. അതായത് ഒരു 15 മിനിറ്റെങ്കിലും ശുദ്ധമായ ജലത്തിൽ വളരെ ഫോഴ്സോട് കൂടി തന്നെ ആ ഒരു ടാപ്പൊക്കെ തുറന്നു വിട്ട് ഈ കൈ അതിൽ കാണിക്കുക. അപ്പോൾ മാത്രമേ ആ ഒരു വിഷാംശം അത് പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രാധാന്യം എന്താണെന്ന് ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് എടുത്താലും അപൂർവമായിട്ടൊക്കെ പേവിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. എവിടെയാണ് ഈ കടിയേറ്റത് എന്നതിനെ കുറിച്ച് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തലയ്ക്ക് മേൽപോട്ട് കടിയേറ്റ് കഴിഞ്ഞാൽ ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ ഈ വൈറസ് സ്പീഡ് എന്താണ് എന്നുള്ളൊരു സംഭവം കൂടെയുണ്ട്. അതായത് ഈ വൈറസ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 1-2 സെന്റിമീറ്റർ ആണ്. ഈ കടിയേറ്റ ഭാഗത്തെ മുറിവിലൂടെ
പേപ്പട്ടിയുടെ ഉമിനീരിൽ നിന്നുള്ള വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് കടക്കും. അപ്പൊ ഇത് നാഡികളിലൂടെ സഞ്ചരിച്ച് സുഷ്മനയിലും തലച്ചോറിലും എത്തും. അപ്പോഴാണ് പേവിഷബാധ ഉണ്ടാകുന്നത്. വളരെ സാവധാനമാണ് ഈ നീക്കങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. സാധാരണ ഒരു ദിവസം 1-2 സെന്റിമീറ്റർ മാത്രമാണ് ഇവയ്ക്ക് സഞ്ചരിക്കാനാവുന്നത്. അതുകൊണ്ട് തന്നെ കടിയേറ്റ ഭാഗത്ത് നിന്ന് തലച്ചോറിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വാക്സിൻ ഉപയോഗിച്ച് ഇവയെ നിർവീര്യമാക്കാൻ സാധിക്കും. തലച്ചോറിനെ ബാധിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ ചികിത്സ എന്ന് പറയുന്നത് ഭയങ്കര ദുർഘടമായിരിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തലച്ചോറ് ബാധിച്ചാൽ പിന്നെ അത് നമ്മുടെ അതായത് മെഡിക്കൽ സയൻസിന്റെ പരിധി നിൽക്കില്ല. അത് കൈവിട്ടു പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വാക്സിൻ എടുത്താലും എന്തുകൊണ്ട് പേവിഷബാധ എന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സംശയം ജനിപ്പിക്കുന്നത്. ഈ നാഡികൾ കൂടുതലുള്ള തല, മൂക്ക്, ചെവി, ചുണ്ട്, മുഖം, കഴുത്ത്, വിരൽത്തുമ്പുകൾ എന്നീ ഭാഗങ്ങളിലേക്ക് കടിക്കുന്നതെങ്കിൽ റിസ്ക് കൂടുതലാണെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ ഈ ദൂരം മൂലം വൈറസ് തലച്ചോറിലെത്താനായി ഏറെ സമയമെടുക്കും. ചിലപ്പോൾ 1 മാസം വരെ ഇതെടുത്തെന്നിരിക്കും. അപ്പോൾ പക്ഷെ കടിക്കുന്നത് ഈ തലയ്ക്ക് ഭാഗത്തായിട്ടാണ് വരുന്നതെങ്കിൽ കുറഞ്ഞ സമയം എടുത്തിട്ട് വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ ഈ വൈറസ് അങ്ങ് ബാധിക്കും. ഇപ്പൊ പ്രതിരോധ വാക്സിൻ, ആന്റിബോഡികൾ ഇവ ശരീരത്തിൽ ഏൽക്കുന്നതിന് മുൻപേ വൈറസ് തലച്ചോറിൽ കടന്ന് വിഷബാധ ഉണ്ടാക്കിയേക്കും. ഇതാണ് വാക്സിൻ എടുത്താലും ചിലർക്ക് പേവിഷബാധ ഉണ്ടാകാനായി കാരണമായി മാറുന്നത്. ഇപ്പൊ കുട്ടികളെ കടിക്കുമ്പോൾ കൂടുതൽ അപകടം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം മുതിർന്നവരെ പട്ടി കടിക്കുന്നത് മിക്കപ്പോഴും കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആകും. പക്ഷെ അറിയാം ആ ഒരു പൊക്കമൊക്കെ കൊണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഈ ആൾക്കാരൊക്കെ ചിലപ്പോ പെട്ടെന്ന് ഈ നായയുടെ കടി ഏൽക്കുമ്പോൾ താഴേക്ക് വീഴാറുണ്ട്. അങ്ങനെയും മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ ആകാറുണ്ട് ചില കേസുകളിൽ. എന്നാൽ ഉയരം കുറവായതിനാൽ കുട്ടികളുടെ തലയിലോ കഴുത്തിലോ മുഖത്തോ ഒക്കെ പെട്ടെന്ന് കടിയേൽക്കും. ഈ കുട്ടികളിൽ പെട്ടെന്ന് പേവിഷബാധ ഉണ്ടാകാൻ കാരണമാകും. പിന്നെ പട്ടി കടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ട്. നമ്മൾ മാക്സിമം കരുതലെടുക്കുക. കാരണം കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ തന്നെ അവരെ നോക്കുക. അതല്ലാതെ വേറെ പോകുമ്പഴിയൊന്നും ഇല്ല. കുട്ടികളല്ലേ, അവർക്കറിയില്ലല്ലോ. പിന്നെ ഈ പേപ്പട്ടി മുതിർന്നവരെ സംബന്ധിച്ചാണെങ്കിൽ പേപ്പട്ടി ഓടി വരുന്നത് കണ്ടാൽ രക്ഷപ്പെടാൻ സുരക്ഷിതമായ ഇടത്തേക്ക് മാറണം. ഉയരത്തിലേക്ക് കയറി നിൽക്കാം, അല്ലെങ്കിൽ മതിലോ വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് കയറി നിൽക്കാം. ഗേറ്റ് ഉണ്ടെങ്കിൽ വേഗം തുറന്ന് അകത്ത് കയറി അടയ്ക്കാം. ഇപ്പൊ പൊതുമധ്യത്തിലാണെങ്കിൽ മാക്സിമം നമ്മൾ പ്രതിരോധിക്കാൻ നോക്കുക. കയ്യിൽ ബാഗൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് അതിനെ ഉപദ്രവിച്ച് ആ ഒരു കടി ഏൽക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. കടയ്ക്കകത്തോ കയറി ഷട്ടറോ ഗ്ലാസോ ഇടാം. അല്ലെങ്കിൽ അത് എവിടെയാണോ അരിക്കുന്നത് മാക്സിമം അവിടെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് പോകാൻ നോക്കുക. ഇല്ല എങ്കിൽ ആ പേപ്പട്ടിയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. ഇനി ഓടുന്നതിനിടയിൽ വീഴുകയും പട്ടി കടിക്കുകയും ചെയ്താൽ മുഷ്ടികൾ ചുരുട്ടി ഇരു ചെവികളും പൊത്തി തല ഭാഗത്തും വിരലുകളുടെ അറ്റത്തും കടിയേൽക്കാത്ത വിധത്തിൽ പോലെ ചുരുണ്ട് കിടക്കാവുന്നതാണ്. ഇതൊക്കെ പ്രായോഗികമാണോ എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ ആ സമയത്ത് നമ്മളിത് ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ തലയ്ക്ക് മുകൾ ഭാഗത്തേക്ക് കടിയേൽക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ആ വൈറസ് ബാധ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്നത് ആ തലയ്ക്ക് മുകളിൽ എത്തുമ്പോഴാണ്. അപ്പൊ നമ്മൾ പോലെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ വിരൽ തുമ്പത്തും ചെവിയിലും മുഖത്തും ഒക്കെ കടിയേൽക്കാതെ രക്ഷപ്പെടാമെന്ന് പറയപ്പെടുന്നു. അതൊരു മാർഗമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ മാക്സിമം നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. മാക്സിമം ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു സാഹചര്യം പോലെ നോക്കി ചെയ്യുക. അപ്പോൾ പേപ്പട്ടി നമുക്ക് കടിക്കാൻ വരുമ്പോൾ പല രീതിയിൽ നമുക്ക് തന്നെ പ്രതിരോധിക്കാൻ സാധിക്കും. രക്ഷപ്പെടാൻ മാക്സിമം നമ്മൾ തന്നെ ശ്രമിക്കുക. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ മുതിർന്നവർ തന്നെ അവരുടെ കാര്യം നോക്കുക, അല്ലേ? അതെ. അപ്പോൾ ഇതിന് 2 തരം കുത്തിവയ്പ്പുകളാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. അതായത് പേവിഷബാധയ്ക്ക് 2 തരം കുത്തിവയ്പ്പുകളാണുള്ളത്. മുറിവിന്റെ കാഠിന്യം അനുസരിച്ചാണ് ഡോക്ടർമാർ ഇത് നിർദ്ദേശിക്കുന്നത്. ഇൻട്രാഡെർമൽ റേബീസ് വാക്സിൻ, അതായത് ഈ പറയുന്ന IDRB, ആന്റിബോഡി അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് എന്നിവയൊക്കെയാണ് അത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുത്തിവയ്പ്പൊക്കെ ഡോക്ടർമാർ പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും നായകൾ കടിച്ചോ അതായത് മാന്തലോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കുത്തിവയ്പ്പ് എടുത്തേ പറ്റുകയുള്ളൂ. കാരണം ഈ പറയുന്ന നായകൾക്കൊക്കെ മറ്റു ഫലത്തിൽ എന്തെങ്കിലും പേവിഷബാധ ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. അത് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളായിരുന്നാലും ശരിയാണ്. കാരണം ഈ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പറഞ്ഞ ഏറ്റവും ഭീതിജനകമായ ഒരു രോഗമാണ് ഈ പേവിഷബാധ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു വൈറസ് രോഗമാണ്. അതായത് വളർത്തു മൃഗങ്ങളിൽ നിന്നാണ് സാധാരണ രോഗപകർച്ചയൊക്കെ നമുക്ക് ഉണ്ടാകാറുള്ളത്. ഈ വന്യജീവികളായ ചെന്നായ, കുറുക്കൻ, കുരങ്ങൻ, പന്നി, വവ്വാല് എന്നിവയിൽ നിന്നൊക്കെ വളർത്തുമൃഗങ്ങൾക്ക് രോഗപകർച്ച ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിലുള്ള വൈറസുകൾ, അതായത് നമ്മൾ അത് സ്നേഹത്തോട് വന്ന് നക്കും, അപ്പോൾ ജസ്റ്റ് മാന്തിയെന്നിരിക്കും, അപ്പോൾ അവര് വന്ന് കടിച്ചെന്നിരിക്കും. അപ്പൊ ഇതുമൂലം ഉണ്ടാകുന്ന മുറിവിൽ നിന്ന്
ഈ ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മ നാഡികളിലേക്ക് എത്തി കേന്ദ്ര നാഡീ വ്യൂഹത്തിൽ കൂടി സഞ്ചരിച്ച് സുഷുമ്നാ നാഡികളും തലച്ചോറിനെയും ഇത് ബാധിക്കും. ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് വരെയുള്ള ഇടവേള അത് 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ എടുത്തുനിരിക്കാം. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തലവേദന, തൊണ്ടവേദന, 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന പനി, കടിയേറ്റ ഭാഗത്ത് മരവിപ്പ്, ഇതൊക്കെയാണ് ഈ രോഗലക്ഷണങ്ങൾ. അതായത് വൈറസ് നാഡീവ്യൂഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ ശ്വാസതടസ്സം, ഉറക്കമില്ലായ്മ, കാറ്റ്, വെളിച്ചം എന്നിവയുടെ സാമീപ്യം മൂലമുള്ള ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. പിന്നെ കൂടാതെ മാനസിക വിഭ്രാന്തിയൊക്കെ കാണിച്ചു മരണഭയം എന്നിവ പ്രകടിപ്പിക്കും. തലച്ചോറിനെ ബാധിക്കുന്നതോടുകൂടി അപസ്മാരം, പക്ഷാഘാതം, മസ്തിഷ്ക മരണം ഒക്കെ ഇവ സംഭവിക്കാം. അപ്പോൾ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ മരണം സുനിശ്ചിതം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ കടിയേറ്റ ഉടൻ തന്നെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക വഴി ഈ പേവിഷബാധയും മരണം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അത് ഈ പറയുന്നത് പോലെ തന്നെ എവിടെയാണ് മുറിവുണ്ടാകുന്നത് അതിനെ സംബന്ധിച്ചിരിക്കും എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൃഗങ്ങളുമായി ഉമിനീരിൽ സമ്പർക്കമുണ്ടായാൽ ഉടൻ തന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തണം. എന്നിട്ട് അവിടുന്ന് ചികിത്സ നേടുക. മുറിവിന്റെ സ്വഭാവം അനുസരിച്ച് തന്നെയായിരിക്കും ചികിത്സ ഉണ്ടാവുക. അപ്പോൾ പ്രതിരോധ മരുന്നുകളും ചികിത്സ നൽകുവാനായി മുറിവുകളെ 3ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. അതായത് കാറ്റഗറി 1 എന്ന് പറയുന്നത് മൃഗങ്ങളെ തൊടുക, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക, മാത്രമല്ല ഈ മുറിവുകളില്ലാത്ത തൊലിപ്പുറത്ത് നക്കുക എന്നിവയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇങ്ങനെ ഉണ്ടായാൽ ടാപ്പ് വെള്ളത്തിൽ 10-15 മിനിറ്റ് സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. പ്രതിരോധ മരുന്ന് വേണ്ട. കാറ്റഗറി 2 എന്ന് പറയുന്നത് ഒരു മൈനർ എക്സ്പോഷർ ആണ്. തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം വരാത്ത ചെറിയ പോറലുകൾ ഇവയാണെങ്കിൽ ടാപ്പ് വെള്ളത്തിൽ 10-15 മിനിറ്റ് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. പ്രതിരോധ കുത്തിവയ്പ് വേണം. കാറ്റഗറി 3 എന്ന് പറയുന്നത് അത് സിവിയർ എക്സ്പോഷർ ആണ്. മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക, പിന്നെ രക്തം പൊടിയുന്ന മുറിവുകൾ ഉണ്ടാകുക, പോറലുണ്ടാവുക, ചുണ്ടിലോ വായിലോ നാക്കിലോ നക്കുക, അത്തരത്തിലോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ മുറിവ് സോപ്പിട്ട് 10-15 മിനിറ്റ് ടാപ്പ് വെള്ളത്തിൽ കഴുകണം. മുറിവിന്റെ എല്ലാ വശങ്ങളും എത്തുന്ന വിധത്തിൽ ആന്റി റാബീസ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ കടിയേറ്റ ചർമ്മത്തിൽ തന്നെ നൽകേണ്ടതാണ്. പിന്നീട് രോഗിയുടെ തൂക്കത്തിനനുസരിച്ചാണ് ശരിക്കും ഈ ഒരു ഇമ്മ്യൂണോ ഗ്ലോബുലിൻ നൽകുന്നത്. മുറിവിന് ചുറ്റും നൽകുന്നതിനൊപ്പം മാംസപേശിയിൽ ആഴത്തിൽ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ നൽകേണ്ടതാണ്. പിന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമാണ് ഡോസ് നിശ്ചയിക്കുന്നത്. ഒപ്പം പ്രതിരോധ കുത്തിവയ്പും ഉടൻ എടുക്കാവുന്നതാണ്. ഈ പട്ടിയോ പൂച്ചയോ അല്ലാത്ത ഏത് വന്യമൃഗങ്ങളുടെ കടിയും കാറ്റഗറി 3 കരുതി ചികിത്സിക്കണം. കരണ്ട് തിന്നുന്ന സസ്തനികളായ അണ്ണാൻ, മുയൽ ഇവ പേവിഷം പരത്താറില്ല. ഇവയുടെ കടിയേറ്റാൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ്. മുറി വൃത്തിയായി കഴുകി മരുന്നിട്ടാൽ മതി. പ്രതിരോധ മരുന്ന് അതിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ തൊലിപ്പുറത്ത് എടുക്കുന്ന കുത്തിവയ്പ് അതാണ് മാക്സ് ഈ ഒരു ഡെർമൽ റാബീസ് വാക്സിൻ എന്ന് പറഞ്ഞ IDRV അതാണ് ഇപ്പോൾ നൽകുന്നത്. കൈ ആരംഭിക്കുന്ന താഴെ തൊലിപ്പുറത്താണ് ഈ കുത്തിവയ്പ് എടുക്കുന്നത്. 0-3-7-28 ദിവസങ്ങളാണ് കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടത്. അതായത് പട്ടി കടിച്ച് ഈ ദിവസങ്ങളിനുള്ളിൽ കുത്തിവയ്പ് എടുത്തിരിക്കണം. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു നായ കടിച്ചാൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. നായയെ കെട്ടിയിട്ട് നിരീക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുള്ള നായയാണെങ്കിലും അവയുടെ കടി കിട്ടിയാൽ കുത്തിവയ്പ് എടുക്കുന്നതാണ് കൂടുതൽ ഉചിതം. മുൻപ് മുഴുവൻ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുള്ളവർ 2 കുത്തിവയ്പ് എടുക്കേണ്ടതും ആവശ്യമാണ്. കുത്തിവയ്പ് വിവരങ്ങൾ കൃത്യമായി ഓർക്കാത്തവരും മുൻപ് മുഴുവൻ കുത്തിവയ്പ് എടുക്കാത്തവരും വീണ്ടും മുഴുവൻ ആ ഒരു കുത്തിവയ്പ് പ്രോസസ്, ഒരു കോഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഒരു ആദ്യത്തേത് എടുക്കുന്നു, പിന്നീട് ഒരു ഇടവിട്ട് കുറച്ച് കുത്തിവയ്പ് ഉണ്ടാകും. അതിന്റെ ഒരു കോഴ്സ് എന്ന് പറയും. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മളത് ചെയ്തിരിക്കണം. പിന്നെ പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പുകളൊക്കെ 2 തരത്തിലാണ് എടുക്കുന്നത്. കാരണം പട്ടി, പൂച്ച ഇവയെ സ്ഥിരമായി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും വന്യമൃഗങ്ങളുമായി ഇടപഴകുന്നവരും മുൻകൂറായി തന്നെ ഈ കുത്തിവയ്പ് എടുക്കേണ്ടതാണ്. 0-7-28 ദിവസങ്ങളിൽ 3 കുത്തിവയ്പ്പായാണ് എടുക്കുന്നത്. ഈ കുത്തിവയ്പ് എടുത്തവരെ വീണ്ടും മൃഗങ്ങൾ കടിച്ചാലാണ് ഈ 0-3 ദിവസങ്ങളിൽ 2 കുത്തിവയ്പ് എടുത്താൽ മതിയാകും. ഇവരും ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എടുക്കേണ്ടതില്ല. ഉടൻ തന്നെ മുറിവ് 10-15 മിനിറ്റ് കഴുകി കളയണം. കുത്തിവയ്പ് എടുത്തിട്ട് 1 വർഷം വരെയുള്ള സമയത്ത് വീണ്ടും കടി കിട്ടിയാൽ കുത്തിവയ്പ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ നായകൾ മനുഷ്യരുമായിട്ട് വളരെ ഇണങ്ങി ജീവിക്കുമെങ്കിലും അവയെ പേടിപ്പിക്കുകയോ ദേഷ്യപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവര് തിരിച്ച് കടിക്കാനുള്ള സാധ്യത ഉള്ളത്. പ്രത്യേകിച്ച് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടിനുള്ളിൽ അടയ്ക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഈ രോഗങ്ങൾ കുഞ്ഞുങ്ങളുടെ സംരക്ഷണ വേളയിൽ എന്നിങ്ങനെയുള്ള സമയങ്ങളൊക്കെ ശല്യപ്പെടുന്നത് ഈ ആക്രമണ സ്വഭാവം കൂട്ടാനിടയാകും. കാരണം പ്രസവിച്ചു കിടക്കുന്ന നായയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കുട്ടികളെ എടുക്കാൻ പോകുന്നത് അതെ കരുതി
നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മൃഗങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും അകലം പാലിക്കണം. അനവസരങ്ങളിൽ പാഞ്ഞെടുക്കുന്ന നായ്ക്കളുമായി നേർക്കുനേർ വരുന്ന സന്ദർഭങ്ങളിൽ അനങ്ങാതെ നിൽക്കുക. താഴെ വീണു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തലയും മുഖവും സംരക്ഷിക്കുന്ന വിധത്തിൽ ചുരുണ്ട് കിടക്കുക. മറ്റു വീടുകളിലെ മൃഗങ്ങളെ തലോടുന്നതും സമീപിക്കുന്നതും ഈ ഉടമസ്ഥരുടെ സമ്മതത്തോടു കൂടി മാത്രം ചെയ്യുക. കാരണം അവർക്ക് മാത്രമേ അറിയുള്ളൂ അവരുടെ നായ്ക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത്. ഇപ്പോ മൃഗസംരക്ഷണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സന്നദ്ധ സംഘടനകൾ എന്നിവയ്ക്ക് ഏകോപനത്തിലൂടെ നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ്, പ്രജനന നിയന്ത്രണം, തെരുവ് നായ്ക്കളുടെ സംരക്ഷണം ഇവ ഉറപ്പാക്കാനും മൃഗങ്ങളുടെ കടിയുടെ തോത് കുറയ്ക്കാനും സാധിക്കും. പേവിഷബാധ കൊണ്ടുള്ള മരണം ഒഴിവാക്കാം. അപ്പോൾ കുട്ടികൾ വളർത്തുമൃഗങ്ങളുമായി ഇടപെടുമ്പോൾ പേവിഷബാധ ഉണ്ടാകുന്ന 40% ആളുകളും ഈ 15 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. അപ്പൊ മൃഗങ്ങളോട് സൗമ്യമായും സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്നതിന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. ഈ മൃഗങ്ങളുടെ പെരുമാറ്റ രീതികൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മൃഗങ്ങളോടൊത്ത് കളിക്കുമ്പോഴും അവരെ ഓമനിക്കുമ്പോഴും ശ്രദ്ധ പുലർത്താൻ അവരെ പരിശീലിപ്പിക്കണം. ഈ മൃഗങ്ങളിൽ നിന്ന് കടിയോ മാന്തോ കിട്ടിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെ അറിയിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. വീട്ടിൽ വളർത്തു മൃഗങ്ങൾക്ക് നിർബന്ധമായും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക പ്രധാനമാണ്. അതെ. പിന്നെ അത് മാത്രമല്ല, ഈ പരമ്പരാഗത ഒറ്റമൂലി ചികിത്സകളൊന്നും തേടരുത്. ഉടൻ തന്നെ സർക്കാർ ആശുപത്രിയിലെത്തി കൃത്യമായ കുത്തിവയ്പ്പ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രതിവിധി. കാരണം ഇത് മാത്രമേ പ്രതിവിധിയായി ഉള്ളൂ. അതുകൊണ്ട് ഒറ്റമൂലികളൊന്നും ദയവ് ചെയ്ത് ആരും പ്രയോഗിക്കാൻ നിൽക്കരുത്.